ഈ ഉപരോധ സമരം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമരം കഴിഞ്ഞാൽ എല്ലാ സഖാക്കളും സമാധാനപരമായി പിരിഞ്ഞു പോകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സമരസഖാക്കളെ, ഐതിഹാസികമായ ഒരു സമരം എന്ന് പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലൊരു സമരം ഈ സർവകലാശാലയുടെ മുമ്പിൽ നടക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ആകെ പിന്തുണ വിളിച്ചറിയിക്കുന്ന, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അങ്ങേയറ്റം ന്യായമായ ഒരു സമരം. ആ സമരം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പിലെത്തിക്കണം എന്ന ഈ നാടിന്റെ ഏറ്റവും ഉയർന്ന ആവശ്യത്തെ, സമരം നീണ്ടുപോകുന്നതിനുള്ള രോഷത്തെ ജനാധിപത്യപരമായി പ്രകടിപ്പിച്ച അക്ഷരാർത്ഥത്തിൽ ഐതിഹാസികമായ സമരമാണ്. ഈ കത്തി തിളയ്ക്കുന്ന വേനൽ ചൂടിനെ ജ്വലിക്കുന്ന സമരാവേശം കൊണ്ട് കീഴ്പ്പെടുത്തി ഇന്ന് പുലരുന്നതിന് മുൻപ് മുതൽ തന്നെ ഇവിടെ ആരംഭിച്ച ഉപരോധം ഇവിടെ അവസാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസ് ഉപരോധിക്കുന്നത് പോലെയല്ല. നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ യൂണിവേഴ്സിറ്റി 10-30 ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പരീക്ഷാ ഭവനും ഉൾപ്പെടെയുള്ള മറ്റ് ഭരണനിർവഹണ കാര്യാലയങ്ങൾ ഇതാകെ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സമരം ഏറ്റെടുക്കാൻ ഇന്ന് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് മാത്രമേ കരുത്തുള്ളൂ എന്ന് സകലരെയും ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സമരം. അതോടൊപ്പം നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, ഈ സമരം 121 ദിവസമായി എതിരാളികളുടെ പോലും മാനസികമായ പിന്തുണ പിടിച്ചുപെട്ടും വിധം അങ്ങേയറ്റം മാതൃകാപരമായി സമാധാനപരമായി അനുകരണീയമായി നടക്കുന്ന ഒരു സമരമാണ്. ഈ സമരത്തെ അക്രമ സമരമെന്ന് മുദ്രകുത്തി ഇല്ലാതാക്കാൻ എതിരാളികൾക്ക് പോലും സാധിച്ചിട്ടില്ല. പലരും പ്രകോപനം നടത്തുന്നത് അതിനാണ്. ഇതാ ഇവിടെ ഒരു അക്രമം നടക്കുന്നു എന്ന് പറഞ്ഞ് സമരത്തിലുള്ള പിന്തുണ ഇല്ലാതാക്കി അക്രമ സമരത്തിനെതിരെ ആളുകളെ അണിനിരത്തി ഈ സമരത്തെ തകർക്കാനാണ് നീക്കം. അതുകൊണ്ടാണ് പിന്നെയും നമ്മുടെ സഖാക്കളോട് പ്രകോപനങ്ങളിൽ വശംബതരാകരുത്, പ്രകോപിതരാകരുത്, നല്ല സ്വയം ശിക്ഷിതമായ സൈന്യമെന്ന പോലെ സമരമുഖത്ത് നിൽക്കണം. അതും ധീരതയാണ്. ആ ധീരത നമ്മൾ ആർജിക്കണം. ഏതായാലും സമരത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഇത്തിരി ഗതാഗത തടസ്സം, അതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പേർ പിന്തുണയുമായി കടന്നു വരുമ്പോൾ യാദൃശ്ചികമായി അങ്ങനെ ചില ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഫലപ്രദമായി അപ്പോൾ തന്നെ ഇടപെട്ട് പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക്, യാത്രക്കാർക്ക് പ്രയാസം പരമാവധി കുറയ്ക്കാനും സമരമുഖത്ത് തന്നെ സഖാക്കളെ അണിനിരത്താനും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നവാസ് സൂചിപ്പിച്ചതുപോലെ ചില പോലീസുകാർ എന്താ ചെയ്യുക, ചിലർ അങ്ങനെയാണ്, ബുദ്ധി കുറവായിരിക്കും, അടിമവേലയെ അഭിമാനമായി കരുതും, അങ്ങനെയൊക്കെയുള്ള ചിലരുണ്ട് കേരള പോലീസ്. പക്ഷേ ഭൂരിപക്ഷം വരുന്ന പോലീസുകാരും അങ്ങനെയല്ല, ഭൂരിപക്ഷമുള്ള പോലീസുകാരും അങ്ങനെയല്ല. നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റിക്കകത്ത് പോയപ്പോൾ എത്രയോ മാന്യന്മാരായ പോലീസുകാർ, നല്ല മനുഷ്യർ പോലീസുകാരിലുണ്ട്. അവരെല്ലാം തങ്ങൾ ചെയ്യുന്ന തൊഴിലിന്റെ മഹത്വം തിരിച്ചറിയുന്നവരാണ്. എന്നാൽ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മുസ്ലിം ലീഗിന്റെ അടിമപ്പണി എടുക്കുന്നുണ്ട്. അവർക്ക് ലീഗ് ഓഫീസിൽ നിന്നും ചിലപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടാവും. അവർ നോക്കുന്നത് ഈ സമരത്തിൽ എന്തെങ്കിലും ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഈ ജനക്കൂട്ടം നിയന്ത്രണ വിധേയമല്ലാതെ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് അപ്പോൾ പിന്നെ ബലപ്രയോഗം വേണ്ടിവരും. അങ്ങനെ ലാത്തിച്ചാർജൊക്കെയായി ഈ സമരം തിരിച്ചവസാനിപ്പിച്ച് ഇല്ലാതാക്കാമെന്നാണ് അവർ ശ്രമിച്ചത്. ആ പ്രകോപനങ്ങളിൽ പക്ഷേ ഭൂരിപക്ഷം വരുന്നത് നമ്മുടെ സഖാക്കളും കുടുങ്ങിയിട്ടില്ല. എന്തോ അവിടെ സംഭവിക്കുന്നു എന്ന് കേട്ടപ്പോ ചില ആളുകളൊക്കെ അടക്കി നിർത്താനാവാത്ത ഉത്കണ്ഠ കൊണ്ടൊക്കെ ഒന്ന് ചാടി എഴുത്തെങ്കിലും പിന്നീട് നേതൃത്വം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സഖാക്കളൊക്കെ ഇരുന്നിട്ടുണ്ട്. ഈ അച്ചടക്കം, ഈ സംയമനം നമ്മൾ കാത്തു സംരക്ഷിക്കണം. നമുക്ക് സമരം വിജയിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇനി കുറച്ചുകൂടി മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ പ്രകോപനങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സഖാക്കൾ നല്ല കരുണത്തോടെ പുറത്തു വന്നു. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പന്തലിന്റെ മുൻപിൽ ബിരിയാണി വെച്ച് തിന്നുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ആധുനിക കാലത്ത് മനുഷ്യനായി തുറന്ന് ആരെങ്കിലും ചെയ്യുന്ന ഒരു പണിയാണ്. സമരത്തോടെ കർപ്പുണ്ടാവാം. പക്ഷേ പട്ടിണി കിടന്ന് സമരം ചെയ്യുന്നവരുടെ മുൻപിൽ ബിരിയാണി വെച്ച് തിന്നുന്ന മാനസികാവസ്ഥയിലാണ് MSF മാറിയത്. എന്ത് മറുപടിയാണ് അവർ പറയുക? ഒരു മറുപടിയും പറയാൻ
പറയാനൊരു വാക്കുമില്ല. ബിരിയാണി തിന്നാൻ ഏത് പട്ടിക്കും പറ്റും. പട്ടിണി കിടന്ന് സമരം ചെയ്യാൻ കരളുറപ്പുള്ള പോരാളികൾക്കേ സാധിക്കൂ. അതാണ് ഇവിടെ തെളിയിച്ചത്. ഏത് MSFനും ബിരിയാണി തിന്നാം, ഏത് MSFനും ബിരിയാണി തിന്നാം. അതുകൊണ്ടൊന്നും ഈ സമരം അവസാനിക്കില്ല. ആ പ്രകോപനങ്ങളിലൊന്നും കുടുങ്ങിയില്ല. അതിനെയെല്ലാം ചവിട്ടി അരച്ച് കളയുന്ന പുല്ലുപോലെ അവഗണിച്ച് നല്ല രീതിയിൽ തീരുമാനിച്ചതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല സമരമാണ് അകത്തുള്ള വിദ്യാർത്ഥി സമരം. ഇനി ഈ സമരമുഖത്ത് നമ്മൾ വരേണ്ടി വരും. അപ്പോഴെല്ലാം നാം പ്രകടിപ്പിക്കേണ്ട സ്വയം ശിക്ഷിതമായ അച്ചടക്കം വിജയിപ്പിക്കുന്നതുവരെ ജാഗരൂകത പാലിച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവകരമായ അച്ചടക്കം നമ്മൾ പാലിക്കണമെന്ന് കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ നീട്ടി ഒന്നും പറയുന്നില്ല, മുൻകൂടെ പ്രസംഗിച്ചതാണ്. ഈ സമരത്തെക്കുറിച്ച് എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ മാത്രം ഈ സമരപന്തലിൽ അനൗൺസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് സൂചനാ സമരമാണ്, ഇത് സൂചനയാണ്, ഇത് മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ പിരിയുന്നത് ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയോട് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനോട് ചർച്ച ചെയ്ത് സമരം അവസാനിപ്പിക്കാനുള്ള സമയം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കും സർവകലാശാല അധികൃതർക്കും നമ്മളിവിടെ കൊടുക്കുകയാണ്. മുന്നറിയിപ്പ് കൊടുത്ത് ഒത്തുതീർപ്പിലുള്ള സമയം നമ്മളിവിടെ കൊടുക്കുക. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത, സാധാരണ ഒരു സമരം ചെയ്താൽ അവസാനിക്കുമ്പോഴാണ് സമരം വിജയിക്കുക. സമരം വിജയിച്ച് അവസാനിപ്പിക്കുന്നത്. ഈ സമരത്തിന്റെ പ്രത്യേകത, തുടങ്ങിയപ്പോൾ തന്നെ വിജയിച്ച സമരമാണ് യൂണിവേഴ്സിറ്റിയിലെ സമരം. എന്താ കാരണം? കേരളത്തിലെ ഗവൺമെന്റ്, പോലീസ്, വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായി ലക്ഷണമൊത്തൊരു വർഗീയവാദി, കായികമായ മേധാവിത്വം, ഇതെല്ലാം വെച്ച് ഇവിടുത്തെ ഹോസ്റ്റൽ അതിക്രമിച്ച് കയറി താമസിച്ചപ്പോ അതിന്റെ മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് വിളിച്ച് നിൽക്കാതെ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒത്തുതീർപ്പിലില്ലാത്ത പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ് ഈ സമരത്തിന്റെ ഒന്നാമത്തെ വിജയം. എത്ര പ്രകോപനങ്ങളുണ്ടായി, എത്ര അക്രമങ്ങളുണ്ടായി, അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു, ഇവരെയെല്ലാം നേരിട്ട് ഈ സമരരംഗത്ത് തുടർന്നു എന്നതാണ് ഇതിന്റെ അടുത്ത വിജയം. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ സമരം ന്യായമാണ് എന്ന് പറയിപ്പിച്ചു എന്നതാണ് ഈ സമരത്തിന്റെ മറ്റൊരു വിജയം. ഒരു സർവകലാശാല ക്യാമ്പസിനെ കുറച്ചു വിദ്യാർത്ഥികളുടെ മാത്രം ഒരു സമരത്തെ ഒരു നാടാകെ ഹൃദയത്തിലേക്ക് വാങ്ങി ഈ സമരവേദിയിലേക്ക് എത്തിച്ചു എന്നതാണ് മറ്റൊരു വിജയം. അങ്ങനെ കൂടുതൽ പിന്തുണയോടെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് പോകുന്ന ഒരു മഹാസമരമാണ് ഈ സമരം. ആ സമരത്തിന്റെ ഉയർന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിവിടെ ഒഴുകിയെത്തിയത്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്, ഭരണക്കാർക്ക് താക്കീത് കൊടുത്തത്, ഈ മുന്നറിയിപ്പും താക്കീതും ഇവർ വായിക്കുന്നില്ലെങ്കിൽ, മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഈ സമരം ഒത്തുതീർപ്പാക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സംസ്ഥാന നേതൃത്വം യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരം ന്യായമായി ഒത്തുതീർപ്പാക്കാനുള്ള സമയമെടുത്തുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാകുന്നില്ലെങ്കിൽ SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന ഭാരവാഹികളിൽ ഓരോ ആളുകൾ വീതം ഈ സർവകലാശാലയുടെ മുൻപിൽ മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ അതിവിടെ മാത്രമുള്ള സമരമാവില്ല. ആ സമരത്തിന്റെ അനുരണനങ്ങൾ തിരുവനന്തപുരത്തുണ്ടാകും, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകും. കേരളത്തിൽ എല്ലായിടത്തും നിന്നും സമരം തീർന്നേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന തീരുമാനമെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും ഈ യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്രീകരിക്കും. അങ്ങനെ ഈ സമരം വിജയിക്കുന്നത് വരെയുള്ള അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരത്തിനും കേരളത്തിലെ യുവജനങ്ങളും ചെറുപ്പക്കാരും ഇവിടെ കേന്ദ്രീകരിക്കുന്ന അനിശ്ചിതകാല ഉപരോധ സമരത്തിനുമാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതിന്റെ തുടർച്ചയിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ അങ്ങേയറ്റം സമാധാനപരമായ സമരവുമായി മുമ്പോട്ട് പോകണമെന്ന് തന്നെ ആഗ്രഹിക്കും. പക്ഷേ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ ഇവിടെ ഇന്നെത്തിയതുപോലെ ജനങ്ങൾ കേരളത്തിലെ എല്ലാ തെരുവുകളിലും എത്തും. അവർ കേരളത്തിന്റെ തെരുവുകളെ സമര സാന്ദ്രമാക്കും. ഭരണാധികാരികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാകും. ഈ സമരം ഒത്തുതീർപ്പാക്കേണ്ട
ഭാഗമായി വരും. ആ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ, അത്തരമൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഉണ്ടാകാവുന്ന എല്ലാ സംഭവങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയും സർവകലാശാല അധികൃതരും മാത്രമായിരിക്കും ഉത്തരവാദികൾ എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ സമരം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഔപചാരികമായി സമരത്തിന് നന്ദി രേഖപ്പെടുത്തി ഇവിടെ അവസാനിക്കും. എനിക്ക് സഖാക്കളോട് ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഈ സമരത്തിന്റെ അന്തിമഘട്ടം സംസ്ഥാന ഭാരവാഹികളുടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും ഇവിടെ തീയതി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ച് വർദ്ധിത വീര്യത്തോടെ വിജയം കണ്ടേ പിരിയൂ എന്ന ദൃഢപ്രതിജ്ഞയോടെ ഈ സമരമുഖത്ത് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഇപ്പോ സമരം അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നല്ല അന്തശുദ്ധ അച്ചടക്കം പുലർത്തിക്കൊണ്ട് പാലിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ യൂണിറ്റുകളിലേക്ക് പിരിഞ്ഞു പോകണം. ഇവിടെ അനാവശ്യമായി നമ്മൾ ഇനി കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടാകരുത്. നന്ദി. അറിയും മറ്റു കാര്യങ്ങൾ കൂടെ